വീശയും 5 അടി 5 ഇഞ്ച് പൊക്കും. കണക്കിന്റെ അത്ര ഉണ്ടോ? കണക്ക് അതുപോലെയൊക്കെ ആയിരുന്നു അല്ലേ? എന്ത് ഇതൊക്കെ അറിയാവുക? പുതിയ അസുഖം പണ്ടേ ഉള്ളതാണ്. അമ്മ കാര്യാക്കണ്ട. മക്കൾ വാ. നല്ല മോക്ക് അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ കഥ കേക്കണ്ടേ? കേട്ടോ. അമ്മ അവിടെ ശ്രദ്ധിക്കണ്ട, അവനെ ശ്രദ്ധിക്കണ്ട. അമ്മ പറഞ്ഞാൽ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു കല്ലിരിപ്പുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ആ കല്ലെടുത്ത് പൊക്കുമ്പോഴാണ് അന്ന് കുറെ ആൾക്കാരെ വെറുതെ പട്ടാളത്തിലെടുത്ത്. ഇന്നത്തെ പോലെ മറ്റേ ബാറിൽ തൂങ്ങണ്ട, നെഞ്ചുരു നോക്കണ്ട, ആ കൂട്ടത്തിൽ കയറി ആളല്ല. അല്ല, അന്ന് പാലായിന്ന് കുറെ പേര് അങ്ങനെ പോയി. അന്ന് തിരിച്ചു പോയതല്ല പാലക്കാര്. അന്ന് എന്നിട്ട് എന്ത് ചെയ്തു? ആ പാറക്കല്ലിന്റെ മോളിൽ ചെന്നിട്ട് ഒരു മുട്ടും കുത്തി ഇങ്ങനെ ബലിയിടുന്ന കണക്ക് അങ്ങോട്ട് ഇരുന്ന് ഒറ്റ എന്നിട്ട് ആ കൈ കൊണ്ട് അങ്ങോട്ട് കുത്തി അങ്ങ് കയറ്റി എന്നിട്ട് അങ്ങോട്ട് പൊക്കി അങ്ങ് അങ്ങോട്ട് ഇങ്ങോട്ട് കൈ കൊണ്ടും എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5-6 പ്രാവശ്യം അതിട്ട് അങ്ങോട്ട് അല്ലാതെ ഇതാര് കണ്ടോണ്ടിരിക്കുന്ന? മാളികപ്പുറത്തിരുന്ന് മഹാരാജാവ് കിളിവാതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനടി എന്തായത്? അവിടെ ഒരു കവി ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആ കൊട്ടാരം കവി ഒരു കവിത അങ്ങ് ചൊല്ലി. വിക്രമാ നിന്നക്രമം ഇക്രമം നക്രമം. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്നത്തെ കാലത്തെ ബാഹുബലിയായിരുന്നു വിക്രമപിള്ള. ഇവനെ ചവിട്ടി